ഗ്രൂപ്പിങ്ങും മൾട്ടിപ്ലയേഴ്സും ഒരുമിച്ച് വരുന്നതും അതുപോലെ രണ്ടും വെച്ച് സോൾവ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: സോൾവ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് ഇസഡ് സ്ക്വയർ ഇൻറ്റു പി പ്ലസ് 2xy³ ഇസ് ഇക്വൽ ടു 2xz. ഇതാണ് നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ. നമ്മളിതിൽ ആദ്യം എന്ത് എപ്പോഴും എഴുതുമ്പോൾ തന്നെ dx ഡിവൈഡഡ് ബൈ പിയുടെ ടേം എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് ഇസഡ് സ്ക്വയർ is equal to dy by 2xy is equal to dz by 2xz. അപ്പോൾ ഇതിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവൈയുടെയും ഡിസെഡിൻ്റെയും ടേം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. 2xy is equal to dz by 2xz. അതെന്തുകൊണ്ടാണെന്ന് പ്രീവിയസ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കാരണം? ഫങ്ഷൻസ് 3 വരും, പക്ഷേ ഈ 2 ടേം ആകുമ്പോൾ 2 ടേംസേ വരത്തുള്ളൂ, 2 ടേമേ വരാവൂ. എങ്കിലേ നമുക്ക് ഗ്രൂപ്പിങ് സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കുക, ഇതിൽ ഈ 2 സൈഡും വരുമ്പോൾ എന്തെങ്കിലും കട്ട് ചെയ്ത് പോകുമെന്ന് ആദ്യം ശ്രദ്ധിക്കുക. 2xും കട്ട് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് എന്ത് മാത്രമാണ് വരുന്നത്? dy by y is equal to integration of dz by z. ഇനി ഈസി ആയിട്ട് ചെയ്തുകൂടെ? എങ്ങനെയാണ് ഇത് വരുന്നത്? 1/y ഇൻറ്റു dy is equal to 1/z ഇൻറ്റു dz ആണ്. അതെങ്ങനെ വരും? അതിൻ്റെ ഇൻറ്റഗ്രേഷൻ കഴിഞ്ഞ് വരുമ്പം log y is equal to log z പ്ലസ് c1 ആണ് ഞാൻ കൊടുക്കുന്നത് കോൺസ്റ്റൻറ്റ്. ഇനി ലോഗിൻ്റെ ടേം എല്ലാം കൂടെ ഒരു സൈഡിലോട്ട് ഇടുകയാണ്. log y മൈനസ് log z is equal to c1. ഇനി ഇതിന് എന്ത് ചെയ്യുക? log y മൈനസ് log z എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു? log y by z is equal to c1. ലോഗ് മാറ്റി y by z കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ലോഗ് മാറുമ്പം എക്സ്പൊണൻഷ്യൽ c1 എന്നാണ് വരുന്നത്. എക്സ്പൊണൻഷ്യൽ c1നെ ഞാൻ കോൺസ്റ്റൻറ്റ് c2 ആക്കിയെടുത്തു. സോ y by z എന്ന് പറയുന്നത് c2 ആയിട്ടാണ് കിട്ടുന്നത്. ഇനി അടുത്ത ടേം നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മൾട്ടിപ്ലയേഴ്സ് യൂസ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ രണ്ടാമത്തെ പ്രോസസ്സിലോട്ട്, ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് എന്ത് വ്യത്യാസമാണെന്ന് നമുക്ക് നോക്കാം. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കാം, പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ രണ്ടാമത്തെ ടേമിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ആ കോമൺ ആയിട്ടുള്ള ഇക്വേഷൻ ഒന്ന് എഴുതാം. n ഇൻറ്റു ഡി എക്സ് പ്ലസ് എം ഇൻറ്റു ഡി വൈ പ്ലസ് n ഇൻറ്റു ഡി സെഡ് ഡിവൈഡഡ് ബൈ എൽ പി പ്ലസ് എം ക്യൂ പ്ലസ് എൻ ആർ. ഇത് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? മൾട്ടിപ്ലയേഴ്സ് പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എൻ്റെ എൽ, എം, എൻ, പി, ക്യൂ, ആർ ഇത് ഇത്രയും സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾ എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. എൽ എക്സ് ആണ്, എം വൈ ആണ്, എൻ ഇസഡ് ആണ്, പി എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് ഇസഡ് സ്ക്വയർ, ക്യൂ 2xy, ആർ എന്ന് പറയുന്നത് 2xz. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആ ഇക്വേഷനിലോട്ട് കൊടുത്ത് നോക്കാം. എല്ലിൻ്റെ വാല്യൂ എക്സ് ആണ് ഇൻറ്റു ഡി എക്സ്, എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി വൈ പ്ലസ് ഇസഡ് ഇൻറ്റു ഡി ഇസഡ്. താഴെ ചെയ്യുമ്പോൾ എങ്ങനെ വരും? എൽ എക്സ്, അതുപോലെ പിയുടെ വാല്യൂ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് ഇസഡ് സ്ക്വയർ പ്ലസ് വൈ ഇൻറ്റു 2xy പ്ലസ് ഇസഡ് ഇൻറ്റു 2xz. ഓക്കെ, ഇനി ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എഴുതാം. അപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് ഞാൻ ഡയറക്റ്റ് സിംപ്ലിഫൈ ചെയ്യുന്ന സ്റ്റെപ്പല്ല, ഞാൻ ഫൈനൽ സിംപ്ലിഫൈ ചെയ്യുന്നൊരു സ്റ്റെപ്പാണ് ഞാൻ എഴുതുന്നത്. എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി വൈ. അപ്പോൾ അതിനൊക്കെ ഉള്ള സ്റ്റെപ്സ് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് എഴുതിക്കൊള്ളണം. ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് പ്ലസ് എക്സ് വൈ സ്ക്വയർ പ്ലസ് എക്സ് ഇസഡ് സ്ക്വയർ. കാരണം ഇതിൽ പലതുമൊക്കെ വെട്ടിയൊക്കെ പോവും, കട്ട് ചെയ്ത് പോകുമ്പോഴാണ് ലാസ്റ്റ് ഈ ഒരു ഫോമിലോട്ട് കിട്ടുന്നത്. ഇനി ഇതിനെ എന്ത് ചെയ്യാം? കുറച്ചുകൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി വൈ പ്ലസ് ഇസഡ് ഇൻറ്റു ഡി ഇസഡ് ഡിവൈഡഡ് ബൈ എക്സ് ഞാൻ പുറത്തെടുത്തു. അപ്പോൾ എനിക്ക് ബാക്കി അകത്തുണ്ട് എന്തുണ്ട്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ഓക്കെ, ഇനി നമ്മളിനി ചെയ്യുന്നത് എന്താണ്? ഈ ഡി ഇസഡ് ബൈ 2xyയുടെ പോർഷനാണ്. ആ ലാസ്റ്റ് പോർഷനാണ് എന്തായിട്ട് എടുത്തിരിക്കുന്നത്? ഇപ്പോൾ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്ത് കിട്ടിയ പോർഷനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ പോയിൻറ്റ്സ് എല്ലാം ഓർത്ത് വയ്ക്കുക, ഇങ്ങനെ തന്നെ പഠിക്കുക. ഇസഡ് ഇൻറ്റു ഡി ഇസഡ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ഇതിൽ ആദ്യമേ തന്നെ എന്തൊക്കെ കട്ട് ചെയ്ത് പോകും? ഇവിടുത്തെ എക്സും ഈ എക്സും കട്ട് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ബാക്കി എങ്ങനെ കിട്ടും? ഡി ഇസഡ് ബൈ 2z is equal to x into dx plus
വൈ ഇൻറ്റു ഡി വൈ പ്ലസ് ഇസഡ് ഇൻറ്റു ഡി ഇസഡ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഇവിടെയുള്ള ഈ 2-നെ ഞാൻ എന്ത് ചെയ്തു, ഈക്വൽ ടു സൈൻ അപ്പുറം കൊണ്ടുപോവുകയാണ്. അപ്പോൾ എനിക്ക് എങ്ങനെ വരും, ഡി ഇസഡ് ബൈ ഇസഡ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി വൈ പ്ലസ് ഇസഡ് ഇൻറ്റു ഡി ഇസഡ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് വരും. ഇനി ഞാൻ ബ്രാക്കറ്റിനകത്തോട്ട് കൊടുക്കുന്ന സമയത്ത് 2x dx പ്ലസ് 2y dy പ്ലസ് 2z dz ഡിവൈഡഡ് ബൈ എന്തിനാണ് വരുന്നത്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ഇനി നമ്മളിതിൽ എടുക്കേണ്ട കാര്യം ലെറ്റ് യു ഇസ് ഈക്വൽ ടു, യു എന്ന് പറയുന്നത് എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്നാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഈ ഒരു സംഭവത്തിന് നമ്മൾ പാർഷ്യലി ഡെറിവേറ്റീവ് ചെയ്താൽ മാത്രം, കാരണം ഇതുവരെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു പാറ്റേണിൽ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ച് വെച്ചേക്കാം. ഇനി ഞാൻ ഇതിനെ ഡെറിവേറ്റീവ് ചെയ്യണം, എനിക്ക് അതും പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യണം. ഡെറിവേറ്റീവ് മീൻസ് ഡിഫറൻസിയേഷൻ ചെയ്യണം, യുവിലാണ് ചെയ്യേണ്ടത്, പക്ഷേ വിത്ത് റെസ്പെക്ട് ടു എക്സിൻ്റെ ടേമിൽ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്, ഡി യു ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ പ്ലസ് എന്ന് വെച്ചാൽ ആദ്യത്തേത് എക്സ്, രണ്ടാമത്തെ വൈ, മൂന്നാമത്തെ ഇസഡ്, അങ്ങനെ അതാണ് ഉദ്ദേശിക്കുന്നത്. ഡി യു ബൈ ഡി ഇസഡ് ഇൻറ്റു ഓക്കെ ഡോ ഇസഡ് ഇൻറ്റു ഡി ഇസഡ് ഈ ഒരു ഫോമിൽ വരും. അപ്പോൾ നമുക്ക് യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഓരോ ടേം എക്സ് എക്സിൻ്റെ ചെയ്യുക, വൈ വൈയുടെ ചെയ്യുക, ഇസഡ് ഇസഡിൻ്റെ ടേമിൽ ചെയ്യാം. ആദ്യം ചെയ്യുമ്പം 2x ഇൻറ്റു ഡി എക്സ് പ്ലസ് 2y ഇൻറ്റു ഡി വൈ പ്ലസ് 2z ഇൻറ്റു ഡി ഇസഡ് എന്നുള്ള ഫോമിലാണ് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടുന്നത്. ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഡി യുവിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും ഡി സെഡ് ബൈ ഇസഡിനെയും ഇപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്, ഡി യു ബൈ യു എന്നുള്ളൊരു പുതിയ ടേമായിട്ട് എടുക്കാം. അപ്പം ഡി ഇസഡ് ബൈ ഇസഡ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ യു. ഇനി അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, ഡി ഇസഡ് ബൈ ഇസഡ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ ഓഫ് ഡി യു ബൈ യു. എങ്ങനെ എഴുതാം നമുക്ക്, ലോഗ് ഇസഡ് ഇസ് ഈക്വൽ ടു ലോഗ് യു പ്ലസ് നമ്മൾ 2 വരെ എഴുതി, ഇത് C3 ആയിട്ട് എഴുതി, ലോഗ് ഇസഡ് മൈനസ് ലോഗ് യു ഇസ് ഈക്വൽ ടു C3 ലോഗ് ഇസഡ് മൈനസ് യു ഇസ് ഈക്വൽ ടു C3. ഇസഡ് ബൈ യു കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇ റൈസ് ടു C3 വരും, എന്ന് പറഞ്ഞാൽ C4 ആണ്. സോ ഇസഡ് ബൈ യു ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് വരുന്നത്, C4. ഇസഡ് ബൈ യു C4 എന്നുള്ള വരും. പക്ഷേ യുവിൻ്റെ ടേം നമുക്ക് അങ്ങനെ ഇട്ടേക്കാൻ പറ്റില്ല. യു നമുക്ക് എങ്ങനെയാണ് തൊട്ട് മുന്നേ എഴുതിയിട്ടുണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആണ് യു എന്ന് പറയുന്ന ടേം വരുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ എഴുതാം, ഇസഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആണ് എന്ത് പറഞ്ഞേക്കുന്നത്, C4. ഒന്ന് ഇങ്ങനെ ഇട്ട് ചെയ്യുക. ഇനി പല ടെസ്റ്റുകളിലുള്ളത് ഇനി ഇതിൻ്റെ റിവേഴ്സ് എടുക്കും. അപ്പോൾ ഇതൊരു വലിയ എസ് എ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു പാറ്റേൺ ആണ് ഞാനും ഫോളോ ചെയ്യുന്നത്. എങ്ങനെ വരും, അപ്പോൾ ഇതിന് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ബൈ ഇസഡ് ഇസ് ഈക്വൽ ടു എൻ്റെ കോൺസ്റ്റൻറ്റ് 1/C4 എന്ന് പറയും. 1/C4 ഞാൻ C5 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ബൈ ഇസഡ് ഇസ് ഈക്വൽ ടു C5. അപ്പോൾ എനിക്ക് ലാസ്റ്റ് എങ്ങനെ എഴുതാം, 5 ആദ്യത്തെ എനിക്ക് കിട്ടിയ അതായത് വൈ ബൈ ഇസഡും രണ്ടാമത് ഇപ്പോൾ കിട്ടിയത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ബൈ ഇസഡ് ആണ്, ഇസ് ഈക്വൽ ടു 0 ഇടാൻ മറക്കരുത്. ഇത് ഈ ഒരു പാറ്റേണിൽ തന്നെ പഠിച്ച് വയ്ക്കുക. 1-2 കാര്യങ്ങൾ ഇതിൽ പുതിയതാണ്, ആ സ്റ്റെപ്പ് അങ്ങനെ തന്നെ വരുന്ന രീതിയിൽ വേണം ചെയ്യാൻ.